ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കൂ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ്, സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിക്കുമ്പോ കുത്തുകൊണ്ടിട്ട് മരണപ്പെട്ടു പോയ മഹാനാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ കിടക്കുന്ന സമയത്ത് നെരിയാണിന്റെ ചോട തുണിയുടുത്ത ഒരു ചെറുപ്പക്കാരൻ സമീപത്ത് വന്ന് മടങ്ങിപ്പോകുമ്പോ, മോനെ, മരണവുമായി മല്ലടിക്കുന്ന സമയത്ത് പറയാണ്, ഇർഫഅ സൗബക യാ ഗുലാം, തുണി കയറ്റി ഉടുക്ക് മോനെ, ഫഇന്നഹു അത്ഖാലി റബ്ബിക വഅബ്ഖാലി സൗബിക, അതാണ് നിനക്ക് റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ നല്ലത്, അതാണ് നിന്റെ വസ്ത്രം നിലനിൽക്കാൻ നല്ലത് എന്ന് പറഞ്ഞ സുബ്ഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നോക്കുമ്പോ പോലും ഒരു തെറ്റും ഒരു കറാഹത്തും അംഗീകരിക്കൂല. സുബ്ഹാനല്ലാഹ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടുക്കൽ അതാ വരുന്നൊരാള്. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുത്തെ മുസന്നഫിൽ ബുഖാരി ഇമാമിന്റെ ഉസ്താദാ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദ്ദസനാ അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ മാലിക്കിദ്ദാർ. ഈ പറഞ്ഞതിൽ റിപ്പോർട്ടർമാരായി 4 ആളുണ്ട്. ഇതിൽ 3 ആളും ബുഖാരിയിൽ പേരുള്ള മഹാന്മാരാണ്, സ്വീകാര്യയോഗ്യരാണ്. ബുഖാരിയുടെ 577 നമ്പർ ഹദീസ് നോക്ക്. ഹദ്ദസനാ മുസദ്ദദുൻ ഖാല ഹദ്ദസനാ അബൂ മുആവിയ അനിൽ അഅ്മശി അൻ നബി സാലിഹിൻ അൻ നബി ഹുറൈറ. അപ്പൊ ആ 3 ആളും അതിൽ പറഞ്ഞവർ ബുഖാരിയിലെ സനദിലുള്ളവരാണ്, തർക്കത്തിന് അവകാശമില്ല. 4ാമത്തെ വ്യക്തി മാലിക്കുദ്ദാറാണ്. മാലിക്കുദ്ദാറിനെ സംബന്ധിച്ച് അതാ കിതാബുൽ ഇർശാദിൽ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മാലിക്കുദ്ദാരി മൗലാ ഉമർ ഇബ്നുൽ ഖത്താബ് താബിഈൻ ഖദീമുൻ മുത്തഫഖുൻ അലൈഹി അസ്നാ അലൈഹി താബിഊൻ. താബിഈങ്ങളിൽപ്പെട്ട ഒരാൾക്കും തർക്കമില്ലാതെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന, ഒരു പണ്ഡിതനും തർക്കമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന വളരെ മുമ്പേ ഉള്ള താബിഈയായ മഹാനാണ് ആര്? മാലിക്കുദ്ദാർ. ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നുൽ ഖത്താബിൽ നിന്നും അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? വകാന ഖാസിന ഉമർ അല തആമി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്റ്റോർ കീപ്പറും കൂടിയായിരുന്നു മഹാൻ. ബഹുമാനപ്പെട്ടവർ പറയാണ്, അസാബൻ നാസ ഖഹ്തുൻ ഫീ സമനി ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം ബാധിച്ചു. ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്. ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖിലി ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ, തങ്ങളെ ഉമ്മത്തിന് തങ്ങൾ മഴ വാങ്ങിത്തരണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ, തങ്ങളെ ഉമ്മത്ത് വെള്ളം കിട്ടാതെ നശിക്കാറായി നബിയേ. സുബ്ഹാനല്ലാഹ്. എന്നാ കേട്ടോളൂ ഹദീസിന്റെ ബാക്കി ഭാഗം. ഫഅത്ഫൗതിയ റജുലു ഫിൽ മനാമി. ആ പറഞ്ഞ വ്യക്തിക്ക് സ്വപ്നത്തിൽ അത് വരപ്പെട്ടു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഈതി ഉമർ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെല്ലണം. ഫഖറഹു സലാം, ഉമർ ഇബ്നുൽ ഖത്താബിന് സലാം പറയണം. വഅഖ്ബിറുഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, ഇന്നകും മുസ്ഖൂൽ, അവർക്കൊടനെ തന്നെ മഴ കിട്ടുമെന്ന് പറയണം. വഖുൽ ലഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, അലൈക്കൽ കൈസൽ കൈസ്, അല്പമൊന്ന് ലഘുവാക്കണം, അല്പം ലഘുവാക്കണമെന്ന് പറയണം. ഫാതാ ഉമറ, ഇതൊക്കെ ഈ കാര്യം സംഭവിച്ച വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നു. ഫഅഖ്ബറഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നത് സ്വപ്നത്തിലല്ല കേട്ടോ, അതാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ നേരെ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു. ഫബകാ ഉമറു, അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞു. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു. അല്ലാഹ്, എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിയാത്തതെനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ പോയി, ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി
ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ മുജാഹിദീങ്ങൾ പറയും പോലെയാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറയണം, ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണടോ, നീ മുശ്രിക്കായി പോയി, അബൂജഹലിനെ പോലെയായി പോയി, നീ ഖബറിങ്ക പോയി റസൂലുള്ളാഹിനോട് തേടിയില്ലേ, അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകണം, മുശ്രിക്കായി പോയി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ പോട്ടത് ഹറാമാണ്, ഇനിമേൽ ചെയ്യരുത്, തൗബ ചെയ്യണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ കറാഹത്താണ്, ഇനിമേൽ ചെയ്യരുത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി തേടിയത് 100% അംഗീകരിച്ചുകൊണ്ട് കരഞ്ഞു. ഓ സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയാത്തൊരു തൗഹീദ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കാത്ത ഒരു ദീന് ഈ എവിടെന്നാണ് ഉമർ മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലഫിക്ക് കിട്ടിയത്? എവിടെന്നാ കെ.എം. മൗലവിക്ക് കിട്ടിയത്? എവിടെന്നാ സലാഹിക്ക് കിട്ടിയത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മതത്തോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ, ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാൾ ദീനിനോട് കൂറുള്ളത് ഇവർക്കാണ് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അതാ മദീനയിലേക്കുള്ള യാത്രയിൽ പോകുമ്പോ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളൊരു ഭയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുൻഭാഗത്തു കൂടി ശത്രു വരുമോ? മുന്നിലൂടെ നടന്നു നോക്കി, അല്ല പിന്നിലൂടെ വരുമോ? പിന്നിലൂടെ നടന്നു നോക്കി, വലത്തുനിന്ന് വരുവോ ഇടത്തുനിന്ന് വരുവോ? പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു ഭാഗത്തും നടക്കാൻ പറ്റാത്ത നിലക്ക് പേടിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലതും സംഭവിക്കോ? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അല്ലാഹുവിന്റെ റസൂലിനെ റൗണ്ട് വെച്ചുകൊണ്ട് നടന്നു. ഒരു ഭാഗത്ത് നിന്നും ഒരമ്പും വീഴാൻ പാടില്ല, ഒരേറും കൊള്ളാൻ പാടില്ല, അതൊക്കെ അബൂബക്കറിന് കൊള്ളണം. അതിന് റൗണ്ട് വെച്ചുകൊണ്ട് നടന്നു മദീനയിലേക്കുള്ള യാത്രയിൽ. അവിടുന്ന് പുറപ്പെട്ടപ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇമാം ഗസാലി രേഖപ്പെടുത്തിയില്ലേ? ആ സിദ്ദീഖുൽ അക്ബർ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുന്നു, പറയുന്നു, തേടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ ചെന്ന് തേടിയ വിവരം പറയുന്നു, അംഗീകരിക്കുന്നു. അവർക്കാർക്കും കിട്ടാത്തൊരു ഖുർആൻ, അവർക്കാർക്കും കിട്ടാത്തൊരു ഹദീസ് എവിടുന്ന് കിട്ടുന്നു സഹോദരന്മാരെ? നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇതേ സംഭവം തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തിയതിന്റെ പരമ്പര ഇത് സഹീഹു അല്ലേ എന്ന് പേരോട് പറഞ്ഞിട്ട് തർക്കം വേണ്ട. അത് ഇബ്നു കസീർ പറയുന്നു, വഹുവ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പര കൊണ്ടുള്ള ഹദീസാണ്. അതേ അൽ ബിദായത്തു വന്നിഹായുടെ 793 പറയുന്നു. ഇനിയും കേട്ടോ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയുടെ 2ാം വാല്യം 575 പേജിൽ പറയുന്നു, ബി ഇസ്നാദിൻ സഹീഹിൻ റവ ഇബ്നു അബീ ശൈബ ബി ഇസ്നാദിൻ സഹീഹിൻ, സഹീഹായ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടാണ്. ഇനി ഇത് ദഈഫാണെന്ന് പറയണ്ട, ഹദീസ് പണ്ഡിതന്മാരെല്ലാം പറയുന്നു ഇത് സഹീഹാണ്. ഇനി ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയ സംഭവങ്ങളാണ് ഇനി പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മഹാനായ ഉസ്താദുമാരിൽ ഒരാളാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പറ്റി ഞാനല്ല, മുജാഹിദുകൾ എപ്പോഴും എടുത്തു പറയുന്ന ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. وقال مصعب بن عبد الله حدثني اسماعيل بن يعقوب التيمي قال كان ابن المنقدر يجلس مع اصحابه فكان يصيبه صمات فكان يقوم كما هو حتى يضع خده على قبر النبي صلى الله عليه وسلم ثم يرجع فعوتب في ذلك فقال إنه يصيبني خطر فإذا وجدت ذلك استعنت بقبر النبي صلى الله عليه وسلم وكان يأتي موضعا من المسجد يتمرغ فيه ويضطجع فقيل له في ذلك فقال إني رأيت النبي صلى الله عليه وسلم في هذا الموضع. മഹാനായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി സഹായം തേടാറുണ്ട്. ആ ഇബ്നുൽ മുൻകദിർ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മുസ്ലിമീങ്ങളെ, അത് സിയർ അലാമിൻ നുബല
അതേ 353 പേജിൽ അതാ സിയറു അലാമിൻ നുബല 5-ാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ലോകത്ത് വലിയ മഹാനായ മുഹദ്ദിസായ വലിയ മഹാനാണ് ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളിൽ നിന്നുള്ള റിപ്പോർട്ട് കണ്ടോ, വറുവിയ അൻ അബീ ബക്കർ ഇബ്നു അലി ഖാല കാന ഇബ്നുൽ മുഖരി യഖൂലു കുൻതു അന വത്തബറാനി വഅബു ശൈഖ് ബിൽ മദീന. ലോക പ്രശസ്ത പണ്ഡിതന്മാരായ തബറാനി ഇമാമും അബൂബക്കർ ഇബ്നു അലിയും ഇബ്നുൽ മുഖരിയും എല്ലാവരും അതാ അബു ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഇരിക്കുന്നു. എല്ലാവരും വലിയ ലോക പ്രസിദ്ധ ഹദീസ് പണ്ഡിതന്മാരാണ്. ഫളാഖ ബിനൽ വഖ്തു ഫവാസൽനാ ദാലികൽ യൗം ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കുടിക്കാനും തിന്നാനും ഒന്നും കിട്ടിയില്ല, വല്ലാതെ വിശന്നുപോയി. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ. ഇശാഇന്റെ സമയമായപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ അങ്ങ് ചെന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ ജൂ